ട്രംപിന് തലവേദനയായി ഇറാൻ്റെ തീരുമാനം. ഇറാനിൽ അധികാര കൈമാറ്റം നടക്കുന്നു. പരമോന്നത നേതാവായി ഇറാൻ്റെ, അതായത് അലി ഖൊമേനി കൊല്ലപ്പെട്ടല്ലോ. അലി ഖൊമേനിയെ ഇസ്രയേലും അമേരിക്കയും ചേർന്ന് വധിച്ചു. അത് കഴിഞ്ഞതിന് ശേഷം അവിടെ ഈ പരമോന്നത നേതാവിൻ്റെ സെലക്ഷൻ ഇങ്ങനെ നടക്കാനിരിക്കുകയാണ്. അലി ഖൊമേനിയുടെ രണ്ടാമത്തെ മകനായ മുജ്തബ ഖൊമേനി അധികാര സ്ഥാനത്തേക്ക് വരും എന്നൊക്കെ ഉള്ളൊരു തീരുമാനമുണ്ടായിരുന്നു. ആര് വന്നാലും ഞങ്ങളെ തകർത്ത് കളയും, കൊന്നുകളയും എന്നൊക്കെ ഇരുന്നങ്ങ് വിളിച്ച് വിളമ്പുമല്ലേ ട്രംപിന് അവിടെ ഇരുന്നുകൊണ്ട് വല്ലതും ചെയ്യാൻ പറ്റുന്നതാണോ? ഇറാൻ്റെ കൂടെ എത്ര നാൾ യുദ്ധം ചെയ്താലും ഇറാൻ ഇതുപോലെ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കും. ഇറാൻ സൈന്യത്തിലെ സ്ത്രീകളുണ്ട്, വനിതകൾ റിക്രൂട്ട് ചെയ്തിട്ടുണ്ട് ഒരുപാട് പേരെ. അവരാണ് യഥാർത്ഥത്തിൽ അവിടെ ഈ ഡ്രോണുകളും മിസൈലും ഒക്കെ അസംബിൾ ചെയ്യുന്നത്. അത് അതിൻ്റെ വീഡിയോ ക്ലിപ്പുകൾ തന്നെ ഉണ്ട്, കാണാം. അപ്പോൾ മുജ്തബ ഖൊമേനിയെ ഇറാൻ്റെ പരമോന്നത നേതാവായിട്ട് അവർ തിരഞ്ഞെടുത്തു. ഇനിയിപ്പോൾ കൂടുതൽ നാളൊന്നും കാണത്തില്ല എന്നാണ് ട്രംപ് പറയുന്നത്. അയാളാണല്ലോ എല്ലാവരുടെയും തലവര തീരുമാനിക്കുന്നത്. അപ്പോൾ ആ രീതിയിലേക്കായി. അപ്പോൾ പറഞ്ഞു ഇനിയിപ്പോൾ ഇറാനെ ഇനി ഏതാണ്ടെങ്കിൽ പിടിച്ചടക്കും എന്നുള്ള രീതിയിലാണ്. കാരണം എണ്ണ എവിടെ ഉണ്ടോ അവിടെ എല്ലാം ആറ്റം ബോംബുണ്ടെന്നാണ്, അണുബോംബുണ്ടെന്നാണ് ഇപ്പോൾ ട്രംപിൻ്റെ പക്ഷം. എണ്ണ എവിടെ കിട്ടും? അവിടെ ഇറാഖിൽ അണുബോംബുണ്ട്, അവിടെ വെപ്പൺസ് ഓഫ് മാസ് ഡിസ്ട്രക്ഷൻ ഉണ്ട് എന്ന് പറഞ്ഞാണ് അമേരിക്ക, അതായത് ഇയാളുടെ മുൻഗാമി ചെയ്ത പണിയെന്ന് പറഞ്ഞാൽ ഇറാഖിനെ നശിപ്പിച്ചു, സദ്ദാം ഹുസൈനെ പിടിച്ചു വധിച്ചു. ഇവർ ചെയ്യുന്ന ഒഫൻസ് സദ്ദാം ഹുസൈൻ ചെയ്യുന്നതിൻ്റെയൊക്കെ എത്രയോ ഇരട്ടിയാണ് ഇവർ ചെയ്യുന്ന കുറ്റകൃത്യങ്ങൾ. അത് അവരാലോചിക്കുന്നില്ല. അപ്പോൾ അവർക്കെന്തും ചെയ്യാം എന്നുള്ളതാണ് കാഴ്ചപ്പാട്. അപ്പോൾ ഏതായാലും ഇനി ഈ പുതിയ അധികാര കൈമാറ്റം അങ്ങോട്ട് വന്നു. അപ്പോൾ പെഷസ്കിയാൻ എന്ന് പറയുന്ന അവരുടെ പ്രസിഡൻറ്റ്, ഇറാൻ്റെ പ്രസിഡൻറ്റ്, മറ്റ് ഗൾഫ് രാജ്യങ്ങളോടൊരു ക്ഷമാപണം നടത്തി. അതായത് നിങ്ങളെ ആക്രമിച്ചത് ശരിയായില്ല, ഇനി അങ്ങനെ ചെയ്യത്തില്ല എന്നൊക്കെ പറഞ്ഞു. രണ്ട് ദിവസം ആയുള്ളൂ പറഞ്ഞിട്ട്. പക്ഷേ അതിൻ്റെ പിറ്റേന്ന് തന്നെ അതങ്ങ് ലംഘിച്ചു. കാരണം പെഷസ്കിയാൻ പറയുന്ന ഒന്നും അല്ല ഇവിടെ കാര്യങ്ങൾ നടക്കുന്നത് അവിടുത്തെ ഇറാനിയൻ റവല്യൂഷണറി ഗാർഡ് കോർ എന്ന് പറയുന്ന IRGC എന്ന് പറയുന്ന ആ സംഘടന, അവരാണിതൊക്കെ നോക്കുന്നത്. ഈ മിസൈൽ അയക്കുന്നതും ഈ മിസൈലിൻ്റെ ശേഖരവും അതുപോലെ തന്നെ ഡ്രോണുകളും ഒക്കെ അയക്കുന്നത്, എപ്പോൾ അയക്കണം, എങ്ങോട്ട് അയക്കണം എന്നൊക്കെ തീരുമാനിക്കുന്നത് IRGC ആണ്, അല്ലാതെ ഇറാൻ്റെ പ്രസിഡൻ്റൊന്നും അല്ല. അപ്പോൾ ഇറാൻ്റെ പ്രസിഡൻ്റ് അങ്ങനെ പറഞ്ഞു, അത് മര്യാദയുള്ള കാര്യമാണ്. പക്ഷേ ഇത് ഇറാൻ ഇപ്പോൾ അതിന് പറയുന്നത് എന്താണെന്നറിയോ? അത് പെഷസ്കിയാൻ തന്നെ പറഞ്ഞു, ഞങ്ങൾ ഇപ്പോൾ ആക്രമിക്കാൻ കാരണം ഞങ്ങൾക്ക് വീണ്ടും ആക്രമണം ഞങ്ങൾക്കെതിരെ വരുന്നു. അങ്ങനെ വരുമ്പോൾ ഞങ്ങൾക്ക് നിൽക്കാനുള്ള മാർഗ്ഗമാണ്, ഞങ്ങളുടെ പിടിവള്ളിയാണ് ഈ പണി കാണിക്കുന്നത്. അമേരിക്ക അത്രയും ദൂരെ കിടക്കുന്ന അവിടെ വരെ പോയി ആക്രമിക്കാൻ ബുദ്ധിമുട്ടല്ലേ? നേരത്തെ സൂപ്പർസോണിക് ആയിട്ടുള്ള മിസൈലുകൾ അയച്ചെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അവരുടെ കയ്യിലുള്ള ഹൈപ്പർസോണിക് മിസൈൽസ് അതാണ്. അതായത് ഈ മിസൈലുകളുടെ ഏറ്റവും കൂടുതൽ ശേഖരം ഉള്ളത് ഈ ഇറാൻ്റെ കയ്യിലാണ് ലോകത്ത്. അതിനകത്ത് അവർ വളരെ ജയൻസാണ്. ഡ്രോണുകളും മിസൈലുകളും നിർമ്മിക്കുന്നതിൽ അവർ വളരെ വലിയ ഒരു ജയൻസാണ്, ഏറ്റവും വലിയ കഴിവുള്ള ആളുകളാണ് അവിടെ ഉള്ളവർ ഈ കാര്യത്തിൽ. അപ്പോൾ അവരുടെ ഇതൊന്നും തീർക്കാനൊന്നും പറ്റത്തില്ല. അവർക്കൊരു മാസം 1500 മുതൽ 3000 വരെ ഉള്ള ഈ ഡ്രോണുകളും മിസൈലുകളും നിർമ്മിക്കാനുള്ള ശേഷിയുണ്ട്. കഴിയുമോറും അവർ വേറെ അടിച്ചുകൊണ്ടിരിക്കും, നോക്കിക്കൊണ്ടിരിക്കും, അവർ പണിതുകൊണ്ടിരിക്കും. ഇതുപോലെ എന്തു ചെയ്യാൻ പറ്റും? അപ്പോൾ ഇനി ഈ സംഘർഷങ്ങൾ ഇവിടെ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ തന്നെ ഇപ്പോൾ നമുക്ക് പാചകവാതക വില ഉണ്ടല്ലോ, LPG ഗ്യാസിൻ്റെ വില കുതിച്ചുയർന്നു. 67 രൂപയാണ് ഒരു സിലിണ്ടറിന് ഒറ്റയടിക്ക് കൂട്ടിയത് കമ്പനികൾ. അതിപ്പോൾ കൂട്ടേണ്ട കാര്യമെന്ന് പറയുന്നത് ഒന്നുമില്ല. കാരണം നേരത്തെ വന്നേക്കുന്ന സാധനമാണ് ഈ തന്നേക്കുന്നത്, അല്ലാതെ യുദ്ധം ഉണ്ടായതിന് ശേഷം കിട്ടിയൊന്നുമല്ല. ഇവിടെ ഹോർമൂസ് കടലിടുക്ക് അടച്ചതോടുകൂടി, അത് ഇറാൻ്റെ അധീനതയിലാണ്, അടച്ചതോടുകൂടി അതിലെ ഒന്നും കപ്പൽ ഗതാഗതം നടക്കത്തില്ല.
നടക്കാത്തിടത്തോളം കാലം ഈ ക്രൂഡ് ഓയിൽ കൊണ്ടുവരാനൊന്നും പറ്റത്തില്ല. അപ്പോൾ ക്രൂഡ് ഓയിലിൻ്റെ വിലയെന്ന് പറയുന്നുണ്ടല്ലോ, രാജ്യാന്തര വിപണിയിൽ 25% ഇപ്പോൾ വർദ്ധിച്ചത്. 110, അതായത് ഒരു ബാരലിന് $110 പിന്നിട്ടു. നേരത്തെ $87 കിടന്നതാണ്, ഇപ്പോൾ അത് 110 അതുപോലെ ഈ നിഫ്റ്റിയും സെൻസെക്സും ഇടിഞ്ഞ് താഴെ പോയി. അപ്പോൾ അത് അങ്ങനെ വളരെ, അതായത് ശതകോടികളാണ് അതിൽ നിന്ന് ഒലിച്ചു പോയത് കേട്ടോ. ആ രീതിയിലായി. ഏഷ്യൻ വിപണികൾ മൊത്തമായിട്ട് കുത്തനെ ഇടിഞ്ഞു എന്നുള്ളതാണ് പറഞ്ഞേക്കുന്നത്. അതായത് ക്രൂഡ് ഓയിലിൻ്റെ വരവ് മുടങ്ങാനുള്ള സകല സാധ്യതയുണ്ട്. വളരെ ബുദ്ധിമുട്ടാണ്. പിന്നെ ജപ്പാനിൽ ഇതൊരുപാട് ബാധിച്ചു. കാരണം ക്രൂഡ് ഓയിൽ കിട്ടുന്നില്ല. അങ്ങനെ വരുന്ന ഉടനെ ജപ്പാനിലെ നിക്കൈയുടെ സൂചിക അതും 6% ഇടിഞ്ഞു എന്നുള്ളതാണ്, നഷ്ടത്തിലായി. പിന്നെ ഹോങ്കോങ്ങിൻ്റെ സൂചിക 2% നഷ്ടത്തിലായി. ഷാൻഹായ് സൂചിക 1% ഇടിഞ്ഞു. ഇതൊക്കെ എന്നൊക്കെ പറയുന്നത് ലക്ഷക്കണക്കിന് കോടികളാണ് ഇതിൽ തകരുന്നത്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതായത് ഇന്ന് വരെ ഉണ്ടായത്, ഓഹരി വിപണിയിലുണ്ടായത് 12 ലക്ഷം കോടി രൂപയുടെ നഷ്ടമാണ് ഈ യുദ്ധം മൂലം കേട്ടോ. ഇനി 9 ദിവസത്തും കൊണ്ട് വീണത് 25 ലക്ഷം കോടിയാണ്. അതാ കാര്യം. അപ്പോൾ ഇതേപോലെ, അതായത് സ്വർണത്തിൻ്റെ വില ഇടിഞ്ഞു. അന്താരാഷ്ട്ര തലത്തിൽ തന്നെ സ്വർണത്തിൻ്റെ വില ഇടിഞ്ഞു. അപ്പോൾ കാരണം അത് ഓഹരികളുടെ വില ഇടിയുമ്പോൾ നിക്ഷേപകർക്ക് വാങ്ങിക്കൂട്ടുന്ന ഒരു സാധനമായിരുന്നു ഈ സ്വർണം എന്ന് പറയുന്നത്. പക്ഷേ അതിൻ്റെ അന്താരാഷ്ട്ര തലത്തിൽ അതിൻ്റെ വില ഇടിഞ്ഞിപ്പോൾ അപ്പോൾ ഇനി വലിയ വില മൂലം നല്ല വലിയ കമ്പനികളുടെ ഓഹരികൾ വാങ്ങാൻ ബുദ്ധിമുട്ടായിരുന്ന ആളുകൾക്ക് ഇപ്പോൾ ഒരു സുവർണാവസരമാണ്. കാരണം ഇതിൻ്റെ വിലയൊക്കെ ഇടിഞ്ഞിട്ടുണ്ട്. ഇപ്പം കുറച്ച് വാങ്ങിക്കൂട്ടി വെക്കാം, നല്ലതാണ്. പണം കയ്യിലുള്ളവർക്ക് അത് ചെയ്യാൻ പറ്റിയൊരു ഇടപാടാണിത്. ഇനി LPG വിലയുണ്ടല്ലോ, ഇനി അതുപോലെ പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വില ഇനിയും കത്തിക്കയറും. കൂട്ടിയേ പറ്റുള്ളൂ, ആ രീതിയിൽ വരും. കാര്യം ക്രൂഡ് ഓയിലിൻ്റെ വില $120, ബാരലിന് $120 കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ വില പിടിച്ചാൽ കിട്ടത്തില്ല. കമ്പനികൾക്ക് ഇത് കൂട്ടാതിരിക്കാൻ നിവൃത്തിയില്ല. അപ്പോൾ സിലിണ്ടർ വില കുത്തനെ കൂട്ടിയതാണ്. ഇനിയിപ്പോൾ അതേപോലെ തന്നെ LPGയുടെ സിലിണ്ടർ ബുക്കിങ്ങിൻ്റെ അതിനകത്ത് നിയന്ത്രണം കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം നമുക്ക് തോന്നുമ്പോഴൊന്നും ഇത് കിട്ടത്തൊന്നുമില്ല. പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വില കൂട്ടത്തില്ല എന്ന് കേന്ദ്രം വ്യക്തമാക്കിയിട്ടുണ്ടെങ്കിൽ പോലും ഈ ക്രൂഡ് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ വില അതേപോലെ തന്നെ കൂടുകയാണെന്നുണ്ടെങ്കിൽ കമ്പനികളുടെ പ്രവർത്തന ലാഭത്തെ അത് ബാധിക്കും. അത് കാരണം അവർക്ക് വില കൂട്ടിയേ പറ്റുള്ളൂ. വില കൂട്ടാൻ അവർ നിർബന്ധിതരാകും. അതാണ് കാര്യം. ഇനി ഈ നിഫ്റ്റി ഇന്നലെ ഇടിഞ്ഞേക്കുന്നുണ്ടല്ലോ, 3% ഇടിഞ്ഞിട്ട് അത് 23,795 2300 പോയിൻ്റ് ഇടിഞ്ഞ സെൻസെക്സ് 76,587 എത്തി. എല്ലാ മേഖലകളിലും കനത്ത സമ്മർദ്ദമാണ് വരുന്നത്. സ്വർണ്ണവിലയിൽ ഇടിഞ്ഞേക്കുന്നതെന്ന് പറഞ്ഞ് സ്വർണത്തിന് ഇന്ന് ആയ വില എന്ന് പറയുന്ന ഇന്നത്തെ വില ഇപ്പോൾ 1,440 രൂപ ഇന്നലെ ഒരു പവന് കുറഞ്ഞിട്ട് ഇപ്പോൾ 1,18,500 1,31,000 പോയതാണ് സ്വർണ്ണവില. അത് നേരെ കുറഞ്ഞിപ്പം 1,18,560 തിരിച്ചു വന്നു. ഇനി ഇത് എല്ലാ കേന്ദ്രങ്ങളിലും ഇതിൻ്റെ അലയൊലികളുണ്ടാവും, ബുദ്ധിമുട്ടുകളുണ്ടാവും. ആ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നതിൻ്റെ കാരണം നമ്മൾ മനസ്സിലാക്കണം. അതായത് വിമാന കമ്പനികൾക്ക് വളരെ വലിയ നഷ്ടമുണ്ടാവും, അതുമൂലം ജനങ്ങൾക്ക് നഷ്ടമുണ്ടാവും. ഇനി വിമാനക്കൂലി കുത്തിനേ ഉയരും. കാരണം അവരുടെ കമ്പനിയുടെ നഷ്ടം തീർക്കാനായിട്ട് അവർ ടിക്കറ്റിൻ്റെ ചാർജിനകത്ത് ജനങ്ങളുടെ മേളിലേക്ക് അത് അടിച്ചേൽപ്പിക്കും. ഈ രീതിയിലേക്ക് പോകും. കാരണം ഒരുപാട് വിമാന യാത്രകൾ, വ്യോമയാന മേഖല താറുമാറായി. എപ്പോൾ എങ്ങനെ ആർക്കെങ്കിലും പോകാൻ പറ്റും, എങ്ങോട്ട് യാത്ര ചെയ്യാൻ പറ്റും എന്നുള്ളതിനെക്കുറിച്ച് ഒരുറപ്പും ഇല്ലാതായി.
ഇനി ഈ ഈ ട്രെൻഡ് അങ്ങോട്ട് തുടർന്നാലുണ്ടല്ലോ വളരെ ബുദ്ധിമുട്ടിലേക്ക് ഇത് പോവും. വിപണി വൻ നഷ്ടത്തിലേക്ക് വീണ്ടും വീണ്ടും കൂപ്പുകുത്തും. അതിൻ്റെ കാരണം പറയുന്നത് എന്തെന്നറിയോ? ഇറാനിലെ ആയത്തുള്ള അലി ഖൊമേനിയുടെ പിൻഗാമിയായിട്ട് രണ്ടാമത്തെ മകൻ മുസ്തഫ ഖൊമേനിയെ നിശ്ചയിച്ചു. അതായത് അലി ഖൊമേനിയെക്കാളും തീവ്ര നിലപാടുകാരനാണ് ഈ മുസ്തഫ ഖൊമേനി. മറ്റേത് ഈ അതായത് വാരത്തിലിരുന്നത് ചേരയാണെന്നുണ്ടെങ്കിൽ ഇപ്പം വെടിയിലേക്ക് ഇറങ്ങി വന്നേക്കുന്നത് കിങ് കോബ്രയാണ് എന്ന് കണക്കാക്കിയാൽ മതി. ആ രീതിയിലാണ്. അതുകൊണ്ട് യുദ്ധമൊന്നും എളുപ്പമൊന്നും അവർ നിർത്താൻ സാധ്യതയില്ല. ഗൾഫ് മേഖലയിൽ ഒരുപാട് നഷ്ടങ്ങളും ബുദ്ധിമുട്ടും ഉണ്ടാവും. അവിടുത്തെ ജോലി സാധ്യതയൊക്കെ അത് ഒരുപാട് ബാധിക്കും. ഈ പ്രവാസികൾക്ക് വലിയ കഷ്ടപ്പാടുണ്ടാവും. ആ ബുദ്ധിമുട്ടിലേക്ക് കലാശിക്കും. പ്രവാസികൾക്ക് കഷ്ടപ്പാടുണ്ടായാൽ നമ്മുടെ രാജ്യത്തിന് വൻ നഷ്ടമുണ്ടാകും. പ്രത്യേകിച്ച് കേരളത്തിന് ഉണ്ടാവും. അപ്പോൾ ഇത് നമ്മളെല്ലാം ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലേക്ക് ഇത് മുന്നോട്ട് കൊണ്ടുപോവാണ്. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഈ യുദ്ധം എന്ന് പറയുന്നത് അവിടുത്തെ പൗരന്മാർ ചോദിക്കുന്നത് ഇത് ആർക്ക് വേണ്ടിയാണ് ചെയ്യുന്നതെന്ന് ചോദിക്കുന്നു. ഇസ്രായേലിന് വേണ്ടി നമ്മൾ എന്തിനാ ഇങ്ങനെ യുദ്ധം ചെയ്തതെന്നാണ് ഇവർ ചോദിക്കുന്നത്. അമേരിക്കൻ പട്ടാളക്കാരും മരിച്ചുകൊണ്ടേയിരിക്കുന്നു, കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുന്നു. നേരായ വിവരം അവിടുന്ന് കിട്ടത്തില്ല. അവിടെ എല്ലാം കാണിക്കുന്ന ടെഹ്റാനെ തകർക്കുന്നതാണ്. ടെഹ്റാനിലെ ഇപ്പോൾ വെള്ളമില്ലാത്ത ഇതുകൊണ്ട് അവർ തന്നെ വെള്ളത്തിൻ്റെ ദൗർലഭ്യം കൊണ്ട് ടെഹ്റാനിൽ നിന്ന് ആളുകളെ അവർ ഒഴിപ്പിക്കാനിരുന്നതാണ്. അതുകൊണ്ട് ടെഹ്റാൻ നശിപ്പിച്ചിട്ട് ഇവർക്ക് യാതൊരു കുഴപ്പമില്ല, കാര്യമൊന്നുമില്ല, നശിപ്പിച്ചോളൂ. പക്ഷേ ടെഹ്റാനിൽ 10 വീഴുമ്പോൾ ടെല്ലവീവിലും ജെറുസലേമിലും ഒരെണ്ണമെങ്കിലും വീഴും. അതാണ് പ്രശ്നം വരുന്നത്. എന്തിന് ഈ ആളുകളെ ഇങ്ങനെ കൊല്ലുന്നു, സ്വന്തം ആളുകളെ കൊലയ്ക്ക് കൊടുക്കുന്നു എന്ന് നെതന്യാഹു ചിന്തിക്കണം. അതിൻ്റെ സമയം കഴിഞ്ഞിരിക്കുകയാണ്. അതുപോലെ പ്രസിഡന്റ് ട്രംപ് ആലോചിക്കേണ്ടത്, എന്തിന് ഈ യുദ്ധം നമ്മൾ ഈ വലിച്ചു നീട്ടിക്കൊണ്ടുപോകുന്നു? ട്രംപിന് ലോകരാജ്യങ്ങൾ കീഴടക്കണം. ട്രംപ് പറഞ്ഞേക്കുന്നത് ഇനി അടുത്തത് ക്യൂബയാണെന്നാണ്. നോക്കി വെച്ചിട്ടുണ്ട്. ക്യൂബ കമ്മ്യൂണിസ്റ്റ് രാജ്യമാണ്. കമ്മ്യൂണിസ്റ്റുകാരെ കണ്ണുകറിയാ കണ്ടുകൂടാത്ത ആളാണ് ട്രംപ്. അപ്പോൾ ട്രംപ് നോക്കുമ്പോൾ ഇനി ക്യൂബ പിടിച്ചു കഴിഞ്ഞാൽ എല്ലാം കൂടെ റെഡിയാവും. ഓയിൽ എവിടെ ഉണ്ടോ അവിടെ എല്ലാം ആണവായുധം ഉണ്ടെന്നാണ് ട്രംപിൻ്റെ പക്ഷം. കാരണം അതും പറഞ്ഞ് കയറി അങ്ങ് ആക്രമിക്കാം. വെനിസ്വേല പിടിച്ചടക്കി അവിടുത്തെ പ്രസിഡന്റിനെ പിടിച്ച് ബന്ദിയാക്കി അമേരിക്ക കൊണ്ടുപോയി. പ്രസിഡന്റിനെയും ഭാര്യയും കൂടെ പിടിച്ചു കൊണ്ടുപോയി ജയിലിലിട്ടേക്കാണ്. ഇനി അതേപോലെ ഇറാനിൽ ചെന്ന് ഈ മുസ്തഫ ഖൊമേനിയെ പിടിച്ചുകൊണ്ട് പോകാമെന്ന് വിചാരിച്ചാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല അവിടെ ചെന്ന് കയറാൻ. ഏതായാലും ഇതിപ്പോൾ ഇതിലെ അങ്ങ് കൈയിട്ട് പോയി കൈ എടുക്കാനും വയ്യ. കുരങ്ങ് നീർക്കോലിയെ പിടിച്ച അവസ്ഥയിലാണ് ഇപ്പോൾ ട്രംപ്. അപ്പോൾ അത് മനസ്സിലാക്കണം, എളുപ്പമുള്ള ഒരു കാര്യമല്ല ഈ യുദ്ധം നിർത്താൻ. അപ്പോൾ അലി ഖൊമേനി മരണപ്പെടുന്നതിന് മുമ്പ് അദ്ദേഹം പറഞ്ഞ ഒരു കാര്യമുണ്ട്. അതായത് യുദ്ധം നിങ്ങൾക്ക് എപ്പോൾ തുടങ്ങണമെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം, പക്ഷേ അതെപ്പോൾ നിർത്തണം എന്ന് തീരുമാനിക്കുന്നത് നിങ്ങളല്ല, ഞങ്ങളാണെന്ന് പറഞ്ഞു. അത് അക്ഷരാർത്ഥത്തിൽ നടക്കാൻ പോവുകയാണ്.